വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിഷയം കൂടെ ചിന്തിക്കുവാൻ ദൈവം തന്നിരിക്കുന്നതായ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ബുദ്ധി, ജ്ഞാനം, വിവേകം ഇവ ദൈവത്താൽ ലഭിക്കുന്നതാണ്. അത് ഇന്ന് നാം കാണുന്നത് ക്രിസ്തീയ വിശ്വാസമുള്ളവർക്കും യഹൂദന്മാർക്കുമാണ് ആ ബുദ്ധിയുടെ സാമർഥ്യം ലഭിച്ചിരിക്കുന്നത് എന്ന് അക്കമിട്ട് പറയുവാനായിട്ടിടയായിത്തീരും. നമ്മളെ ദൈവം അത് പഠിപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അഖിലാണ്ടത്തിൻ്റെ ഉടയവരെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സുവിശേഷം കേട്ട് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും മാനസാന്തരപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ, കേൾക്കുന്ന വചനങ്ങൾ തിരുവെഴുത്തുകളിൽ പ്രകാരം സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് കൃപ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. യേശുനാമത്തിൻ്റെ പിതാവേ, ആമേൻ. ഇന്ന് അനേക വിഭാഗം ജനങ്ങൾ ഉണ്ട്. വിഭാഗം എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസത്തിലായിരിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ചിലർ ഭക്തിയിലും പല വിഭാഗങ്ങളിൽപ്പെട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹൈന്ദവ മതം നമ്മുടെ രാജ്യത്തിൽ ധാരാളമായിട്ടുള്ളതായ ഒരു മതമാണ്. ക്രിസ്തുമതം. ക്രിസ്തു ഒരു മതമല്ല, എന്നാൽ അങ്ങനെ പറയുന്നു. വാക്കുകൾക്ക് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ക്രിസ്തു ഒരു മാർഗമാണ്, ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണ് ക്രിസ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറയുവാനിടയായിത്തീർന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെ കർത്താവ് ഒരു വഴിയായിട്ടാണ് നാം ബൈബിളിൽ മനസ്സിലാക്കുന്നത്. പിന്നെ സിഖ് മതമുണ്ട്, പിന്നെ മുസ്ലിം മതമുണ്ട്. ഇതെല്ലാം നമ്മൾ കുറേശ്ശെങ്കിലും പഠിച്ചു നോക്കി അതിൻ്റെ അന്തസത്തകൾ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ ആളുകൾ കുരങ്ങനെ സേവിക്കുന്നവരുണ്ട്, അറിയാമല്ലോ. അപ്പോൾ അവർക്ക് കുരങ്ങൻ്റെ ബുദ്ധി തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പശുവിനെ ദൈവമെന്ന് പറയുന്നവരുണ്ട്. അവരുടെ അമ്മ പശുവാണ്. അപ്പോൾ പശുവിൻ്റെ ബുദ്ധിയും ശക്തിയും തന്നെയാണ് അവർക്കും ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ലഭിക്കുന്നത്. പിന്നെ കാളയെ എന്ന് വേണ്ട, എല്ലാറ്റിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ ഏക ദൈവം ക്രിസ്തുവാണ്. അതിനെ നാം വിശ്വസിക്കുകയും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും രാവിലെ എണീക്കുമ്പോൾ പശുവെ നീ എന്നെ സഹായിക്കണമേ, കുരങ്ങ നീ എന്നെ സഹായിക്കണമേ. ഇനിയും ആയിരക്കണക്കിന് ദൈവങ്ങൾ ഉണ്ട്, പേര് എല്ലാം പറയുന്നില്ല. ഇവരൊക്കെ വിളിച്ച്
ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്ന പ്രകൃതമുണ്ട്. പിന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അവരൊരു കല്ലിനെ വിളിച്ച് അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നവരാണ്, ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നവരാണ്. പിന്നെ അവർക്കാണെങ്കിൽ പിന്നെ 10 കെട്ടാത്തവൻ പന്നിക്ക് പിറന്നവൻ എന്നുള്ള ഒരു സാധാരണ ചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. ഇതാണ് ഞാൻ വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ സിഖ് മതക്കാർക്ക് അവർ ഗുരു നാനാക്കൊക്കെ ജീവിച്ചിരുന്ന വലിയ രാജാക്കന്മാരായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെയാണ് നാം എല്ലാവരും സേവിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കണക്ക് പരിശോധിച്ചാൽ എന്തുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനും യഹൂദന്മാർക്കും മാത്രം ഈ ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് ദൈവത്തിലാണ് ആശ്രയത്വം. ഇവിടെ കാണുന്ന പട്ടിയിലും പന്നിയിലും പുഴുവിലും തുരുമ്പിലുമൊന്നുമല്ല, ദൈവത്തിലാണ് ഏക ആശ്രയമുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അവർക്ക് ലഭിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ കാണുന്ന 90% കണ്ടുപിടുത്തങ്ങളും ക്രിസ്തീയ യഹൂദ വിഭാഗത്തിൽപ്പെട്ടവരാണ് നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യഹൂദന്മാരാണ്. ഇപ്പോൾ ആറ്റം ആണ് ഇന്നത്തെ ശക്തികളിൽ ഏറ്റവും മുമ്പേ നിൽക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു യഹൂദ ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിക്കുവാനിടയായിത്തീരുന്നത്. അതുപോലെ ബ്രൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ളതായ വ്യക്തിയാണ്. ഇനി മുട്ടുസൂചി മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന എല്ലാ കാലഘട്ടത്തിലും കാണുന്ന കണ്ടുപിടുത്തങ്ങൾ മുഴുവനും കണ്ടുപിടിക്കപ്പെട്ടത് യഹൂദന്മാരും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരുമാണെന്നുള്ളത് നിസ്സംശയം കണക്കുകൾ നിരത്തി പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവർക്ക് വിജയവും ഉണ്ടാകുന്നത്. അത് ആ ബുദ്ധിശക്തിയും സാമർഥ്യവും ദൈവത്തിൽ നിന്ന് അവർ പ്രാപിക്കുന്നു. അതുകൊണ്ടവർക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് നാം യഹൂദനും മുസ്ലിമും തമ്മിലുള്ളതായ യുദ്ധം ഭയങ്കരമായി നടക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു. ഏത് നിലയിലായാലും മനുഷ്യൻ ചത്തു വീഴുന്നത് ഒരു ദുഃഖമുളവാക്കുന്ന കാര്യം തന്നെയാണ്. മണ്ണിനും പെണ്ണിനും വേണ്ടിയാണ് ഇവിടെ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതും നടക്കുന്നതും. മണ്ണിനു വേണ്ടി പൊരുതുന്ന യഹൂദൻ്റെ ഇന്നത്തെ സ്ഥിതിയും വ്യത്യാസമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്രഹാമും മറ്റുള്ള പൂർവ്വപിതാക്കന്മാർ വില കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. അവിടെ അവർ സ്ഥിരമായി താമസിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവരുടെ അനുസരണക്കേട് പാപം എന്ന് പറയുന്നത് ഒന്നാമത്തെ പാപം എന്ന് ഞാൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുക, വിഗ്രഹങ്ങളെ ദൈവമെന്ന് പറയുക.
ഒരു കല്ലിനെ എടുത്ത് നാട്ടിയിട്ട് നീ എൻ്റെ ദൈവമെന്ന് പറയുക, ഒരു മരത്തെ ഉണ്ടാക്കി നീ എൻ്റെ ദൈവമെന്ന് പറയുക. അയ്യോ, അപ്പോൾ ദൈവം കരയുകയാണ്. ഇതിൻ്റെ പൊരുൾ എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഒരിക്കൽ ഒരു മദ്യപാനിയായ മനുഷ്യൻ, ഒരു പയ്യൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു നായ് അതിലേ പോകുവാനിടയായിത്തീർന്നു. അപ്പോൾ ആ നായെ അടുത്ത് വിളിച്ച്, അവൻ മദ്യപിച്ചിരിക്കുകയാണ്, നായെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, എടാ അപ്പാ, നീയാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് തലോടുകയും മറ്റുമൊക്കെ ചെയ്തു. ആ കാഴ്ച കണ്ടു നിന്ന അപ്പന് എന്തുമാത്രം വേദനയും ഭാരവും തോന്നിയിരിക്കാം. അതുതന്നെയാണ് ദൈവത്തിനും തോന്നുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ ഏതെങ്കിലും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വച്ചിട്ട് നീയാണ് ദൈവമെന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന ദൈവത്തിന് നിശ്ചയമായും വേദനയും ഭാരവും തോന്നാതിരിക്കുകയില്ല. ദൈവം ശിക്ഷിക്കാതെയും ഇരിക്കുകയില്ല. അപ്പോൾ ഈ ബുദ്ധിസാമർഥ്യം കൊണ്ട് തന്നെയാണ് ലോകം നിലനിൽക്കുവാൻ ഇടയായിത്തീരുന്നത്. ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും ഭരണം എന്ന് പറയുന്നത് ഈ യൂട്യൂബും അല്ലെങ്കിൽ നെറ്റും, പിന്നെ നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് പറയുവാൻ കഴിയാത്ത അനേക കണ്ടുപിടുത്തങ്ങൾ ലോകത്തിലുണ്ട്. പണ്ട് ഞാൻ മെഴുകിയ വീടുള്ള, ചാണകം കൊണ്ട് മെഴുകിയ വീടുള്ള ഒരു വീട്ടിൽ ജനിച്ച ഒരാളാണ്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഓല ഷെഡ് ആയിരുന്നു. ഒരു ചെറിയ ഒരു മുറിയും ഒരു അടുക്കളയും ഉള്ള ഒരു ചെറിയ വീട്, കുടിൽ എന്ന് പറയാം. അന്ന് നമ്മൾ ഇത്തിരി ചാണകം ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടിയാൽ അതിനെ കൊണ്ടുവന്ന് ഇതിനെ മെഴുകി വൃത്തിയാക്കിയിടുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ നല്ല വീടെന്ന് പറയും. നമ്മളവിടെ ചെല്ലുമ്പോൾ അത് മെഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു എന്ന് പറയും. കുറേ കഴിഞ്ഞപ്പോൾ സിമൻറ്റ് വന്നു. സിമൻറ്റൊക്കെ പൂശി പിന്നെ ഓട് വന്നു. അപ്പോൾ ഓടിട്ട ഒരു കെട്ടിടം, പിന്നെ എൻ്റെ നാട്ടിൽ നമ്മുടെ വീട് ഒരു ഓടിട്ട വീടായി. ഓടിട്ട വീടായപ്പോൾ ആളുകൾക്കൊക്കെ നല്ല വീട് ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയും. ആ ഓട് കഴിഞ്ഞു സിമൻറ്റിട്ട തറയുണ്ടെങ്കിൽ അത് നല്ല വീടായിരുന്നു. അതും കഴിഞ്ഞു ഇപ്പോൾ ടെറസ് വീടായി. ഇപ്പോൾ ദൈവകൃപയാൽ ഞാനും ടെറസ് വീട്ടിലാണ് താമസിക്കുന്നത്. ആ ടെറസ് വീട്, വാർത്ത വീട്, അതിൽ പിന്നെ ഇപ്പോൾ ഗ്രാനൈറ്റായി, പിന്നെ ടൈൽസായി, പിന്നെ എന്തൊക്കെയോ ആയി. ഇതൊന്നും പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഗ്രാനൈറ്റായി, മാർബിളായി. പണ്ട് മാർബിളെന്ന് പറഞ്ഞാൽ ഷാജഹാൻ്റെ ഷാജഹാൻ നിർമ്മിച്ച ശവകുടീരമായിരുന്നു. ഇന്ന് മാർബിള് എല്ലാ വീടുകളിലും നാട്ടും പുറത്തും എല്ലായിടവും ആയി. മാർബിളും ഒക്കെ പോയി, ഗ്രാനൈറ്റും ഒക്കെ പോയി. ഇപ്പം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഓരോ കണ്ടുപിടുത്തങ്ങൾ ഓരോ കാലഘട്ടത്തുണ്ടാകുന്നു. മുമ്പ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമായിരുന്നു. ഇപ്പോൾ വൈദ്യുതി നമുക്ക് തന്നെ ഉണ്ടാക്കാം.
ബുദ്ധിയുള്ള ആളുകളുടെ വീട്ടിൽ ഇനി കറണ്ട് ഗവൺമെൻറ്റിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളത്തിൽ തന്നെ കറണ്ട് ഉണ്ടാക്കാം. നിശ്ചയമായിട്ടും കറണ്ട് ഉണ്ടാകുന്നു. വെള്ളത്തിൽ ചില രാസപ്രക്രിയകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളത്തെ ഓക്സിജനായും ഹൈഡ്രജനായും വേർതിരിക്കുകയും, ഹൈഡ്രജൻ കത്തുന്ന ഒരു സ്വയം കത്തുന്ന ഒരു വസ്തുവായതുകൊണ്ട് അതിനെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുകയും, പുറന്തള്ളപ്പെടുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ അനുഗ്രഹപ്രദമായ ഒരു വായുവാണ്. അതിനെ വേർതിരിച്ച് എടുക്കുകയും ചെയ്യുന്നു. ഇതാരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഇത് യഹൂദനാണ് കണ്ടുപിടിക്കാനിടയായിത്തീർന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ ദൈവത്തെ സേവിക്കുന്നവരും മാനിക്കുന്നവരുമാണ്. ഒരു നിരീശ്വരനും ഇത് കണ്ടുപിടിച്ചിട്ടില്ല. ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഉള്ള നേട്ടങ്ങളാണ് ഇന്ന് സ്പേസിലേക്ക് ആളുകൾക്ക് പോകുവാനിടയായിത്തീർന്നിരിക്കുന്നത്. ആരാണ് ഐസക് ന്യൂട്ടൻ? അപ്പോൾ ഓരോ കണ്ടുപിടുത്തങ്ങളുടെയും മുൻപിൽ ദൈവത്തെ സേവിക്കുന്ന ആളുകൾ തന്നെയാണുള്ളത്. ഒരു നിരീശ്വരവാദിയും ദൈവമില്ല എന്ന് പറയുന്നവനും അതൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സേവിക്കുക, ദൈവത്തിൽ നിന്ന് ബുദ്ധി ജ്ഞാനം പ്രാപിക്കുക. ഇന്ന് ലോകത്തിലുള്ള കോടിക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ അവരുടെ സ്വന്തം സഹോദരനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു യഹൂദന്മാർ. അവർക്ക് കാലുകുത്താൻ ഈ ഭൂമിയെല്ലാം ഉണ്ടായിട്ടും കാലുകുത്താൻ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടമാണ്. യഹൂദന്മാർക്ക് നിലനിൽപ്പിനും വേണ്ടി അവർ പോരാടുന്നു, പൊരുതുന്നു, ആകെ തകരാറിലായിരിക്കുന്നു. ഇന്ന് ഏകദേശം അബ്രഹാമിൻ്റെ കാലത്ത് വാഗ്ദത്തം ലഭിച്ച അത്രയും സ്ഥലം ഇപ്പോൾ അവർക്ക് സ്വന്തമായിരിക്കുന്നു. ഗോലാൻ കുന്നുകളൊക്കെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കാലത്ത് തന്നെ അവരുടേതായിരുന്നു. ജെറൂസലേം ദേവാലയം എന്ന് പറയുന്നത് സോളമൻ പണിതതായ ഒരു സൗധമാണ്. ദാവീദിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ അത് പണിതു. ഇന്നത് മറ്റുള്ളവർ കൈവശമാക്കി അടക്കി വച്ചിരിക്കുന്നു. അതൊന്നും ശരിയല്ലാത്ത കാര്യമാണല്ലോ. ചരിത്രത്തിൽ അങ്ങനെ പറയുന്നു. അതിനിടയിൽ AD 570 ജനിച്ചതായ മുഹമ്മദ് നബി 10-15 പെണ്ണ് കെട്ടി ഒരു കൊള്ളക്കാരനായി ജീവിച്ചു. പിന്നെ സകല സുഖഭോഗങ്ങളും അനുഭവിച്ചു. അയാൾക്കുള്ളതാണ് ആ പള്ളി എന്ന് പറഞ്ഞ് ഒരു പള്ളി പണിത് വച്ചിരിക്കുന്നു. അപ്പോൾ അത് നീതിയായ കാര്യമല്ലെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിലെ വിശ്വാസം, ദൈവത്തിലെ വിശ്വാസം നമ്മെ ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരും വിവേകമുള്ളവരും ആക്കി തീർക്കുന്നു. ആ വിവേകം പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് യഹൂദൻ്റെ ആദ്യം മുതലുള്ള ചരിത്രം അടുത്ത പ്രാവശ്യം ദൈവം അനുവദിച്ചാൽ
അബ്രഹാമിൻ്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങളെ ബ്രീഫായി വളരെ ചുരുക്കമായി അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യവും സന്തോഷവും ഉണ്ടെങ്കിൽ കേൾക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.